നമസ്കാരം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇതിനിടെ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണ് എന്ന് സഹപാഠിയുടെ ശബ്ദ സന്ദേശം പുറത്തുവരുന്നു. സ്വയം കെട്ടിത്തൂങ്ങിയ നിലയിൽ നിന്ന് എഫ്ഐആർ ഇട്ട് കേസെടുത്ത പോലീസിന് പോലും കൊലപാതകമാണെന്ന സംശയമുണ്ടാവാൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനിടെ പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് അനുഗമിച്ചത് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ CK ശശീന്ദ്രനാണ്. CBI അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. MSF-കാരനാണ് SFIയെ സംശയിക്കരുത് എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളിൽ ഒരാൾ ഇന്നലെ രംഗത്തെത്തുകയും ചെയ്തു. ഈ സംഭവം കത്തി നിൽക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥി SFIക്കാർ റാഗിങ്ങിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദിക്കുന്നു. സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച അന്വേഷണം പാർട്ടിയും സർക്കാരും അട്ടിമറിക്കും. CBI അന്വേഷണം അനിവാര്യം. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, MSF വക്താവ് നജാഫ്, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ്, റിട്ടയർഡ് SP സുഭാഷ് ബാബു എന്നിവർ. ആദ്യം സുഭാഷ് ബാബുവിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, ഒരു ക്രൈം സീൻ ഒരു ക്രൈം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മർഡർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നൽകുന്ന ഒരാളുണ്ടാവും. അതായത് പ്രഥമ സാക്ഷി അല്ലെങ്കിൽ ദൃക്സാക്ഷി എന്നാണ് പറയുന്നതാണ്. ആ സാക്ഷി നൽകുന്ന വിവരം അനുസരിച്ച് ആ മരണം ആത്മഹത്യയാണ് എന്നൊരു ജഡ്ജ്മെന്റിലെത്തി FIR ഇടുന്നത് എങ്ങനെയാണ് പോലീസ്? പിന്നീട് പോലീസിന് അത് തിരുത്തേണ്ടി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് അത് ആദ്യം ഒരാൾ പറയുന്നത് ഏതെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് ഉത്തമ വിശ്വാസമുള്ള അറിവുള്ള ഒരാൾക്ക് പോലീസിൽ പരാതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസ് അല്ല അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത്. അതൊരു വിവരം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസ് ആക്ട് പ്രകാരം, പുതിയ പോലീസ് ആക്ടിൽ അനുസരിച്ച് മുമ്പ് അത് 174 CRPC എന്ന് പറഞ്ഞ ഇപ്പം പോലീസ് ആക്ടിനകത്തും അതിനകത്തൊരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അത് ഒരു അസ്വാഭാവിക മരണമാണെന്നും അതിനകത്ത് ഒരു തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു FIR ഫോമിൽ അത് എഴുതപ്പെടുന്നത്. പണ്ടത് FIR ഫോമിൽ എഴുതപ്പെടണം എന്ന് പോലീസ് മാനുവലിലാണ് പറഞ്ഞിരുന്നത്. അതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് FIR ഫോമിൽ തന്നെ എഴുതാൻ ഈ ഒരു കേരള പോലീസ് ആക്ടിൽ വന്നതോടുകൂടിയിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, അത് ചെയ്യുന്നത് ഒരു പ്രഥമ വിവരം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അതനുസരിച്ചാണ് പോലീസ് എഴുതുന്നത്. അതിലിപ്പോൾ പോലീസ് അവിടെ തന്നെ കൃത്രിമം കാണിച്ചു എന്ന് നമുക്ക് സംശയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പോലീസ് അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കണ്ട തെളിവുകൾ കൂലങ്കഷമായിട്ട് പരിശോധിച്ചതിന് ശേഷം അവർക്ക് ഏകദേശം ഒരു ധാരണ അവിടെ നിന്നുണ്ടാവും. പക്ഷെ അതിനും ഒരു പ്രിമച്ചറായിട്ട്, അതായത് അന്വേഷണത്തിൽ യഥാർത്ഥത്തിലാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നതുവരെ പോലീസ് ഒരു കേസിന്റെ അന്വേഷണത്തിലും ഒരു അന്തിമമായിട്ട് വിധി എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം പറയാൻ പാടില്ല. അപ്പോൾ തെളിവ് ശേഖരണത്തിൽ ഇന്ന കാര്യം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് ആദ്യം അത് ആ ഭാഗം മാത്രം പറഞ്ഞ് ഒഴിവാകേണ്ടതാണ്. പക്ഷെ അത് ഒരു നിഗമനത്തിലേക്ക് പറഞ്ഞു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അപകടമായിട്ട് നമുക്ക് കാണേണ്ടത്. ഇതൊരു അൺനാച്ചുറൽ ഡെത്താണ്, ഇതിനകത്ത് വേറെ ഒന്നും സംശയിക്കേണ്ട എന്ന് സ്ഥലത്തെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ചെയ്തതിന് ശേഷം പറയുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പുണ്ടായതിനു ശേഷം ആ കുട്ടി അവിടെ നിന്ന് അഴിച്ചെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അത് സാധാരണഗതിയിൽ ആവശ്യമില്ലാത്തതാണ്. കാരണം മരിച്ചു എന്ന് ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ ചെന്നൊരു ഡിക്ലറേഷന്റെ ആവശ്യമൊന്നും സാധാരണഗതിയിലില്ല. എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ആകസ്മികമായിട്ട് അങ്ങനെ തോന്നുന്ന അവസരത്തിൽ ഭയാശങ്കകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടി തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച ലീഗേച്ചർ, അതായത് ആ കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച മാധ്യമം എന്ന് പറയുന്ന ആ സാധനം അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ട് കളയപ്പെട്ടു എന്നും അതുപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ നിന്ന് യഥാർത്ഥത്തിൽ അതിന് തനിമ നഷ്ടപ്പെടുന്ന രീതിയിൽ പല ആളുകളും അതിനുള്ളിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്നത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ചെയ്തു എന്നും അത് പോലീസ് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും അല്ലെങ്കിൽ തിരിച്ചറിയാതെ തന്നെ അതിലൊരു നിഗമനത്തിലെത്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അങ്ങനെ ചെയ്യപ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് എല്ലാവർക്കും പൊതുവെ ഒരു സംശയം വന്നത്. അതുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിനെ സംബന്ധിച്ച് പ്രബലമായ സംശയം, ഇതിനകത്ത് നീതി ലഭിക്കില്ല എന്നുള്ളൊരു അഭിപ്രായം രൂപീകരണം ഉണ്ടായത്. എന്തായാലും പുതിയൊരു ടീം വന്നതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വരും എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. എന്തായാലും ഈ പ്രാഥമികമായിട്ട് ഇതേമാതിരി ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് വലിയൊരു പാളിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വന്നു. അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം ഇതിങ്ങനെ രീതിയിലാണ് FIR-ലും ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കേസിലും ഈ പറയുന്ന സ്വയം കെട്ടിത്തൂങ്ങി മരിച്ച എന്ന ഒരു കൺക്ലൂഷനാണ് പോലീസിനുള്ളത്. അങ്ങനെ ആ ഒരു കൺക്ലൂഷനിൽ ഈ കേസന്വേഷണം മുന്നോട്ട് പോയാൽ ആത്മഹത്യയാണ് അന്വേഷിക്കുക, മരണത്തിലേക്ക് നയിച്ച മർദ്ദനമൊക്കെ അന്വേഷിക്കുമായിരിക്കും, പക്ഷേ ആത്മഹത്യയാണ് കേസ്.
ആത്മഹത്യ എന്ന് പറഞ്ഞാല് നമുക്ക് അതായത് സൂയിസൈഡും ആകാം, ഹോമിസൈഡും ആകാം. അതായത് സൂയിസൈഡൽ ഹാങ്ങിങ്, ഹോമിസൈഡൽ ഹാമിങ്. അതായത് ഇതിനകത്ത് സാധ്യത സൂയിസൈഡൽ ഹാങ്ങിങ്ങിനൊക്കെ കൂടുതൽ ഇത്ര ഭീകരമായ പരിക്കേൽക്കുകയും ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെയുള്ള ക്ഷതമേൽക്കുകയും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാരകമായ രീതിയിലുള്ള പരിക്കുകൾ വന്നു. അതുപോലെ ശരീരത്തിന് ആകമാന പരിക്കുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരു അംശം പോലുമില്ല. അതുപോലെ യൂറിനറി ബ്ലാഡറിൽ യൂറിന്റെ അംശം പോലും ഇല്ലാതെ കാണുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പട്ടിണി കിടന്നിരുന്നു എന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ദിവസങ്ങളായി എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, അത്രയും അവശനായുള്ള ഒരു വ്യക്തി ഏത് സാഹചര്യത്താലും ഇതേമാതിരി കെട്ടിത്തൂങ്ങി ചാകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയതിൽ നിന്നും പറയുന്നത്. കാരണം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും ഉണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബോധരഹിതനാകുകയും ആ ബോധരഹിതനെ ഏതെങ്കിലും രീതി മർദ്ദനം കൊണ്ടോ അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റാർവേഷൻ കൊണ്ടോ അല്ലാതെ ഈ പട്ടിണി കിടന്നതിന്റെ സാഹചര്യത്തിലാകുമ്പോൾ അത് മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ അത് സൂയിസൈഡ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കെട്ടിത്തൂക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഈ കേസിൽ. കാരണം ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയും അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ പരിക്കുകളുടെയും ഗൗരവം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാധ്യതയാണ് ഇതിനകത്ത് മുൻകൂട്ടി കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുൻവിധിയില്ലാതെ ഈ സാഹചര്യങ്ങൾ, അതെന്തായാലും ഇത്രയും പരിക്കുകൾ അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ അറിയാം. ആ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ, ആ ബോഡിയിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തന്നെ പ്രകടമായിട്ട് പുറമെ ബാഹ്യമായിട്ട് കാണാവുന്ന ഇത്രയും ഇഞ്ചുറി ഒരു സൂയിസൈഡ് ചെയ്യുന്ന കേസിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ശരി, സൂയിസൈഡിന് അപ്പുറത്ത് ഇനി അദ്ദേഹത്തെ ഇതിലേക്ക് തള്ളിവിടാനൊരു സാഹചര്യം ഉണ്ടായ 306 എന്ന് പറയുന്ന വകുപ്പുകളോ അല്ലെ 307 എന്ന് പറയുന്ന വകുപ്പുകളൊക്കെ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് സാധാരണ ബുദ്ധിയുള്ള ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, അത്ര മണ്ടന്മാരൊന്നുമല്ലോ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലീസ് ഒരു പ്രാഥമിക നിഗമനം അത് അപക്വമായ രീതിയിൽ തെളിവിന്റെ ശേഖരണത്തിന് മുമ്പ് ഇത് നടത്തി എന്ന് പറയുന്നതാണ് ഇവിടെ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് പോലീസ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഇതൊരു സൂയിസൈഡ് എന്നുള്ള രീതി അന്വേഷിക്കാൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവർ മുമ്പ് പറഞ്ഞത് തിരുത്തിക്കോട്ടെ, പുതിയ സ്ക്വാഡ് വരുമ്പോൾ അത് തിരുത്തിയിട്ട് അവർക്ക് നല്ല രീതിയിൽ അന്വേഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം ലീഗേച്ചർ കിട്ടണം, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അത് സെലഫൈൻ ടേപ്പൊക്കെ എടുത്ത് ഇത് തന്നെ ലീഗേച്ചർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യമൊക്കെ നഷ്ടപ്പെടുത്തി ാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് കൂടുതൽ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ പല ആളുടെ ഫോണിൽ നിന്ന് ഇപ്പൊ എല്ലാവരും പുറത്തു വരുന്നുണ്ട്. കുട്ടികളൊക്കെ ഇപ്പൊ തെളിവ് തരാൻ വേണ്ടിയിട്ട് ധൈര്യത്തോട് മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഈ അന്വേഷണമൊക്കെ വരുന്നതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല, ഭയാശങ്കകൾക്ക് അതീതമായിട്ട് അവിടെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് പലരും ഇനി മുന്നോട്ട് വന്ന് തെളിവൊക്കെ തരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ അന്വേഷണം താൽക്കാലികമായിട്ടെങ്കിലും കേരള പോലീസിന്റെ കൂടെ മുന്നോട്ട് പോകും. അതില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇതിന് മറ്റൊരു ഏജൻസി, അതായത് സെൻട്രൽ ഏജൻസി അന്വേഷിക്കുന്ന ഭാഗത്തേക്ക് ചിന്തിക്കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ തെളിവ് നശിപ്പിക്കൽ തുടക്കത്തിലേ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസ് എഫ്ഐആറിൽ തന്നെ ഒരു വിധി തീർപ്പിലെത്തുകയാണ്, ഇത് ആത്മഹത്യയാണെന്ന് വിധി തീർപ്പിലെത്തുന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്ന കേസ് ആത്മഹത്യ എന്നാണ്. പിന്നെ അന്വേഷിക്കുന്നത് മർദ്ദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, പ്രതികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA യുമായ CK ശശീന്ദ്രനാണ്. അത് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ഈ കേസ് തേച്ചു മായ്ക്കാൻ, ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്ന് വ്യക്തവുമാണ്. അങ്ങനെയെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമല്ലേ ഇവിടെ സുഭാഷ് ബാബു സാർ അവരുടെ FIR രജിസ്റ്റർ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു മൊഴി കൊടുക്കും. സാധാരണ FIS എന്ന് പറയും, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ കുറെ സെക്ഷൻ ഇട്ട് FIR രജിസ്റ്റർ ചെയ്യും. അത് ഫോൺ വഴിയുള്ള മെസ്സേജ് വേണമെങ്കിലും അവർക്ക് FIS ആയിട്ട് സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് നിയമം. അങ്ങനെ അതിനകത്ത് പ്രാഥമികമായി അവർക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചാണ് അവരത് ചെയ്യുന്നത്. സംഭവ സ്ഥലം സന്ദർശിക്കണമെന്നുമില്ല. FIR എടുക്കുന്നതിന് ആ സ്ഥലം സന്ദർശിക്കാതെ പോലും പോലീസിന് വേണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ പിന്നീട് അതിന് അഡീഷണൽ റിപ്പോർട്ടുകൾ കോടതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായി ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ആദ്യം ഈ തെളിവ് നശിപ്പിക്കുകയും ഇതിനകത്ത് തെറ്റായ ചില കാര്യങ്ങളൊക്കെ ആദ്യം കുറെ അധികം നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് അത് നിങ്ങൾ എന്തായാലും അത് വായിച്ചു കാണും. അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ അതിനകത്ത് അപ്രീസിയേറ്റ് ചെയ്യണം. അവസാനത്തെ കാര്യം മാത്രമാണ് അംഗീകരിക്കാൻ പറ്റാത്തത്. അത് 1 മുതൽ 18 വരെയുള്ള പ്രതികള് ഹോസ്റ്റലിൽ ഒരു അലിഖിത നിയമം ഉണ്ടെന്നും വീട്ടിലേക്ക് പോകുകയായിരുന്ന ഈ സാദർ തിരികെ വിളിച്ച് ഹോസ്റ്റൽ മുറിയിൽ അന്യായമായ തടങ്കലിൽ വെച്ച് വിവിധ സ്ഥലങ്ങളിൽ വെച്ചും ഹോസ്റ്റൽ മുറിയിലെ 21-ാം നമ്പർ റൂമിൽ വെച്ചും വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും
അടിച്ച് കാലുകൊണ്ട് തൊഴിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് 17-ാം തീയതി പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി. ഈ സംഭവങ്ങളായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ലാസ്റ്റിൽ വന്ന് നിർത്തിക്കുന്നത്. അപ്പൊ ഈ ലാസ്റ്റിൽ പറഞ്ഞ കാര്യം ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഈ പ്രതി 1 മുതൽ 18 വരെ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പ്രതികൾക്കെതിരെ ശക്തമായി പോലീസിന്റെ തന്നെ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, അവർക്ക് അത് പറയാൻ പറ്റില്ല എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ. അപ്പൊ ലാസ്റ്റിൽ വന്ന് ഈ സംഭവങ്ങൾ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറയുന്നതിനാണ് സുഭാഷ് ബാബു പറഞ്ഞതുപോലെ എനിക്കും ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ഒരു ക്രിമിനൽ കേസ് കൈകാര്യം അഡ്വക്കേറ്റാണ് ഞാൻ. എനിക്ക് അതിനകത്ത് പരിപൂർണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഈ ശരി ബൽദേവ്, വരാം. അങ്ങയുടെ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സി കെ നജഫ്, ഇന്ന് ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഒരു മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് സംവരണത്തിലൂടെ സീറ്റ് നേടിയ ആളെന്ന നിലയിൽ സിദ്ധാർത്ഥന് ക്യാമ്പസിൽ വലിയ തോതിലുള്ള അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. ഇത് ഒരു സംവരണ വിരുദ്ധ കൊലയായി തന്നെ ഇതിനെ കാണണം എന്നാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത്. എങ്ങനെയാണ് ഒരു OEC കാറ്റഗറിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഒരു ഉന്നത കലാലയത്തിൽ പഠിക്കാൻ വേണ്ടി സീറ്റ് നേടുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അതും SFIക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ? SFIക്ക് മൃഗീയമുള്ള എന്നതല്ല, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് മാത്രം ഡോമിനേഷൻ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അവിടെ ഫാസിസ്റ്റ് ശൈലികൾ കടന്നു വരും. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ചർച്ചയെടുത്ത് തന്നെ കൊലക്ക് പിന്നിലുള്ള സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണോ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷുക്കൂർ വധക്കേസിൽ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതുതന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കൊടുത്തതും. SFIയുടെ ഈ കോടതിയെ പറ്റിയുള്ളൊരു പരാമർശം അന്ന് പാർട്ടിയെക്കുറിച്ചായിരുന്നു. സെൽഫ് പ്രൊക്ലൈംഡ് റൂളേഴ്സ് ആർ ക്രിമിനൽ ജസ്റ്റിസിനെ തകർക്കുന്നു എന്നതാണ്. ഞാനിപ്പോൾ പറയുന്നത് SFI ഈ വിഷയത്തിൽ എടുത്ത സമീപനം, നമ്മൾ എന്തുകൊണ്ടാണ് SFI ആണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത്? കോളേജിൻ്റെ യൂണിറ്റ് സെക്രട്ടറി പ്രതിയാവുന്നു, യൂണിയൻ്റെ ചെയർമാൻ എന്ന പോസ്റ്റ് ഇരിക്കുന്ന പ്രസിഡന്റ് ഇതിൻ്റെ പ്രതിയാവുന്നു. അങ്ങനെ വരുമ്പോൾ സംഘടന അറിയാതെ നീക്കം നടക്കില്ല. പിന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഫോൺ കോൾ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃതദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. മൃതദേഹത്തിന് അടിവസ്ത്രം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴാണ് അപകടപ്പെട്ട് രാത്രി ആക്രമിക്കുമ്പോൾ ഏത് വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്, അതേ വസ്ത്രം തന്നെ ഇട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. മണിക്കൂറുകളോളം ദിവസങ്ങളോളം പട്ടിണിക്കിടുകയും മണിക്കൂറുകളോളം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി ഒരു കൊലപാതകത്തിലേക്കുള്ള എല്ലാ സാഹചര്യ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതിയത്? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് ഓപ്പൺലി നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ക്ലാരിഫൈ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് പരാതി വരുന്നത് സിദ്ധാർത്ഥ് മരണപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ പരാതിയായി ഒരു പെൺകുട്ടി വന്നത് എന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ, തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കൃത്യമായി ഇത് അട്ടിമറിക്കാൻ വേണ്ടി ഈ SFI എടുത്തിരിക്കുന്ന ഒരു ഭാഗമായി അത് ഏറ്റുപിടിച്ചൊരു കുറ്റപത്രവും അതിനനുസരിച്ചുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് തയ്യാറായി എന്നതാണ് ഏറ്റവും അപകടകരം. മറ്റൊന്ന്, ഇനി അങ്ങോട്ട് തുടക്കത്തിൽ അജിംസ് പറഞ്ഞതാണ് അതിൻ്റെ കൃത്യമായ പോയിന്റ്. ഇതിൽ ഒരു മുൻ MLA നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. മുൻ MLA നേരിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുപോയി അവിടെ നിന്നും റിലീസ് ചെയ്തെടുക്കാനുള്ള ഇടപെടൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിവാദി എന്ന് പറയുന്ന തൻ്റെ ഈ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ പതറി തിരിച്ചു പോകുമ്പോൾ ചെരുപ്പ് തപ്പേണ്ട ആവശ്യമില്ലാത്ത ഒരു മുൻ MLAക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോവാനുള്ള പരിശ്രമം നൽകണമെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെടുക്കാനുള്ള പ്ലാനിങ് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യപടിയാണ് ഇത് റാഗിംഗ് ആണെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇത് പൊതുസമൂഹം മുഴുവൻ ചോദ്യം ചെയ്യുകയും റാഗിങ്ങിൻ്റെ എല്ലാ സാധ്യതയും അല്ല, അതിനപ്പുറത്ത് കൊലപാതകത്തിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മെല്ലെ മെല്ലെ അതിൽ നിന്നും മാറി നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് അന്വേഷിച്ച് പഴുതുകൾ ഉണ്ടാക്കി രക്ഷപ്പെടുവാനുള്ള പോയിന്റുകൾ കൊടുക്കാനാണ്. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇതിലുള്ള വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിലെവിടെയാണ് കൊലപാതകത്തിന് നമ്മൾ 302 ഇടണം എന്ന ആവശ്യം ഉന്നയിച്ചോ? അത് അംഗീകരിച്ചോ? ഇല്ല. ഈ കാര്യം നടക്കുന്ന മണിക്കൂറുകൾ മുഴുവൻ 3 ദിവസം തുടർച്ചയായി ഇതിൻ്റെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കുന്നുണ്ട്. 326 എവിടെയാണ്? 120B എവിടെയാണ്?
ഇതിലൊക്കെയും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിഗമനത്തിലേക്കാണ് എത്താൻ കഴിയുന്നത്. ഈ ചോദ്യം പ്രസക്തമാണ് മീഡിയ വണ്ണിൻ്റെ. ഇത് കൊലപാതകം തന്നെയാണെന്നുള്ള എല്ലാ സാധ്യതയും നിൽക്കെ പോലീസ് രക്ഷപ്പെടുത്താൻ സൗകര്യമൊരുക്കുന്നു, അവിടുത്തെ ഡീൻ സൗകര്യമൊരുക്കുന്നു, വാർഡൻ സൗകര്യമൊരുക്കുന്നു. അതുകൊണ്ടാണല്ലോ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ പോലീസ് ഈ രൂപത്തിൽ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ ഇനി ഈ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾ വരണം. അതിലേക്ക് ഇത് കൊണ്ടുപോവാതെ ഇതിന്റെ സത്യം തെളിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല എന്നതാണ് ആദ്യത്തെ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇതൊരു കൊലപാതകമാണെങ്കിൽ അങ്ങനെ കുടുംബം ആരോപിക്കുന്നുണ്ട്, പോലീസ് പോലും മാധ്യമങ്ങളും കുടുംബവും ഒക്കെ ഇങ്ങനെ പറയുന്നു, അത് അന്വേഷിക്കേണ്ടി വരുമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ദിശയിലേക്ക് അന്വേഷണം പോവുകയാണ്. ഇപ്പോൾ ഈ സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട്, 2 ആഴ്ച എന്ന് പറഞ്ഞൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്നതിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്ന ആദ്യത്തെ മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന മുൻവിധിയിൽ എഫ്ഐആർ തയ്യാറാക്കി കേസ് അന്വേഷിച്ച് ബോഡിയുടെ ഇൻക്വസ്റ്റ് നടത്തി. വിലപ്പെട്ട തെളിവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ തൂങ്ങിയ ആ വസ്തു എന്താണോ അതില്ല, ഇന്ന് തെളിവായിട്ടില്ല. പ്രതികൾക്ക് വേണ്ടി CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് അനുഗമിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഒരു തിരക്കഥയനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നാണ്. മരിച്ചയാൾക്കെതിരെ ഒരു പരാതി പോലും മരിച്ച ശേഷം കോളേജിലെത്തുന്നു. അത് ഞായറാഴ്ച ആ പരാതി വരുന്നു, ഞായറാഴ്ച ഡേറ്റ് ഇട്ട് പരാതി വരുന്നു, പിറ്റേന്നാണ് സ്വീകരിച്ചതെന്നൊക്കെ ഇന്ന് ഡീൻ പറയുന്നുണ്ട്. ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയോ? അജിംസെ പോരാ, ഒരു സംശയവും വേണ്ട. സമരം ചെയ്യുന്ന പ്രവർത്തകരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന DYFI പ്രവർത്തകരെ ജീവൻ രക്ഷാ പ്രവർത്തകരെന്ന് അഭിസംബോധന ചെയ്ത് അഭിമാനം കൊള്ളുന്ന ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഭരിക്കുന്ന കേരളത്തിൽ SFI പ്രവർത്തകരും നേതാക്കന്മാരും കുറ്റവാളികളായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ഒരു കേസിൽ കേരള പോലീസ് അന്വേഷിച്ച സത്യം പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഇതൊരു റാഗിംഗ് അല്ല, ഇവർ റാഗിംഗ് ആണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നു. സഹപാഠി കൂടി ചേർന്ന് കൂട്ടവിചാരണ നടത്തി തല്ലി കൊല്ലാക്കൊല ചെയ്യുന്നത് എങ്ങനെയാണ് റാഗിംഗ് ആകുക? ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ബോധ്യം, എൻ്റെ വിശ്വാസം, ഇത് കൂട്ടവിചാരണയുടെ ഭാഗമായിട്ട് കൊല്ലാക്കൊല ചെയ്തപ്പോൾ ബോധക്ഷയം വരികയോ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇവർ കെട്ടിത്തൂക്കിയതാകാൻ സാധ്യത. ഇവരിപ്പോൾ പറയുന്നത് എന്താ, ഹാങ്ങിങ് ആണ് ഡെത്തിന്റെ കാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെന്ന്. അത് കെട്ടിത്തൂക്കിയാലും അങ്ങനെ തന്നെ വരാം. ജീവനോടെ ബോധക്ഷയം വരുമ്പോൾ കെട്ടിത്തൂക്കിയാലും അത് അങ്ങനെ വരാവുന്നല്ലേ. ഇതിൽ 18 പരിക്കുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഒന്നാമത്തെ എന്താ, മസിലുകളെല്ലാം തകർക്കപ്പെട്ടു, താടിയെല്ല് തകർത്തു, നട്ടലിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ പരിക്ക്, തോളിൽ ആഴത്തിലുള്ള 2 മുറിവ്, ശരീരത്തിൽ 10-ലധികം ചെറിയ മുറിവുകൾ, നെഞ്ചിൽ നീളത്തിലുള്ള കല്ലച്ച 13 മുറിവുകൾ, ബെൽറ്റിനടിച്ചതാണത്, നെഞ്ചിന്റെ നടുഭിത്തിക്ക് കുറുകെ മാരകമായ മുറിവ്, വയറ് കാലി, കക്ഷത്തിന്റെ താഴെ വാരിയെല്ലിൽ 1-ലധികം ചെറുമുറിവുകൾ, അടിവയറ്റിന്റെ മുൻവശത്ത് നീല കളർന്ന ചുമപ്പും ഗുരുതരമായിട്ടുള്ള മുറിവും പരിക്കും, ചെറുകുടലിനും വൻകുടലിനും ഗുരുതര പരിക്ക്. ഇത്രയും ഗുരുതര പരിക്കുകളുള്ള സിദ്ധാർത്ഥൻ ജീവനോടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയും പരിക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ എങ്ങനെ തൂങ്ങി മരിച്ചു എന്ന് ഇവർ പറയാം? അദ്ദേഹത്തിന്റെ ആ ഷോൾഡർ പൊക്കി അദ്ദേഹത്തിന് കുരുക്കിടാൻ സാധിക്കുമോ? ഇത് ഇവര് കൂട്ടവിചാരണ നടത്തി, ഇവരുടെ കൂട്ടവിചാരണ ഭാഗമായിട്ട് ഇവർ കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന് തന്നെയാണ് എന്റെ ബോധ്യം. ഇത്രയും ഗുരുതര പരിക്കുള്ള ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് അതിന്റെ മുകളിൽ കയറി തൂക്കുകയറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കത് വലിയ നിയമപരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മരണം നടന്നപ്പോൾ 10 മിനിറ്റിനുള്ളിൽ അവിടെ ഓടിയെത്തി എന്ന് പറയുന്ന ഡീൻ 3 ദിവസക്കാലം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അതൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. ഡീൻ പറയുന്നു അദ്ദേഹം ജീവനുണ്ട്, അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആശുപത്രി കൊണ്ടുപോയതാണെന്ന് പറയുന്നു. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡീൻ അടക്കമുള്ള അവിടെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ചേർന്ന് നടത്തിയ നാടകവും ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചനയുമാണിത്. ഈ പ്രതികൾ തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിൽക്കുന്നത്. അവിടുത്തെ തെളിവുകൾ നശിപ്പിച്ചു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം താങ്കൾ പറഞ്ഞ പോലെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിന് പ്രധാന കാര്യങ്ങളായിട്ട് കിട്ടേണ്ട ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തി, തെളിവുകൾ നഷ്ടപ്പെട്ടു. ഈ SFI-കാരന്മാർ മുഴുവൻ അവിടെ കയറി ഇറങ്ങി നിരങ്ങിയതിനു ശേഷം പോലീസ് ദിവസങ്ങൾക്ക് ശേഷം പോയി തെളിവെടുക്കുമ്പോൾ അതിനെ വിശ്വസിക്കാൻ നമുക്ക് തയ്യാറാവാൻ പറ്റില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അവിടേക്ക് ഒരു ആക്സസ് കിട്ടുന്നത്. അത് ഇവരെല്ലാം തിരക്കഥയും രചിച്ച് ഇവർക്ക് വേണ്ടപ്പെട്ട തെളിവുകളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആക്സസ് തരുന്നതാണ്. അതിനു മുമ്പ് അവിടെ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഒന്നാമതായി സ്വീകരിക്കുന്നു. 2, ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ കണ്ടിട്ട് പോലും പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്?
പോലീസ് കൃത്യമായിട്ടുള്ള അലംഭാവമാണ് നടത്തിയത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടുത്തെ SHO അടക്കമുള്ള ആളുകളുടെ നടപടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത്. അവര് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചോ? ഈ ചെറുപ്പക്കാരൻ ഇത്രയും ഗുരുതര പരിക്കോടുകൂടി മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ പോലീസ് എടുക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. രണ്ടാമത്തത്, ഈ ചെറുപ്പക്കാരന് നീതി ഉറപ്പാക്കി കൊടുക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനപ്പുറത്ത് ഇവരെല്ലാ ഗൂഢാലോചനയും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് കാലിൽ ചെരുപ്പിടാതെ പ്രകൃതിയിലെ പുല്ലിനും മണലിനും മറ്റേ ഉറുമ്പിനെ പോലും നോവിക്കാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പ്രചരണങ്ങളൊക്കെ നടത്തുന്ന ശശീന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ മജിസ്ട്രേറ്റിന്റെ വീടിന്റെ തിണ്ണനിറങ്ങാൻ പോകുന്നത്. CPM-ന് ഇതിൽ ബന്ധമില്ലെങ്കിൽ കൊടും കുറ്റവാളികളായിട്ടുള്ള ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ നേതാക്കന്മാർ എന്തിനാ മജിസ്ട്രേറ്റിന്റെ വീട് കയറി ഇറങ്ങാൻ പോകുന്നത്? കേരളത്തിലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ശ്രമം നടത്തിയോ? അപ്പൊ CPM-ന് കൂടി അറിവോടുകൂടിയാണ് ഈ പ്രതികളെ സറണ്ടർ ചെയ്തിട്ടുള്ളത്. ഇവർ കൃത്യമായിട്ടുള്ള തിരക്കഥ തയ്യാറാക്കിയിട്ടാണ് പ്രതികളെ സറണ്ടർ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് പ്രതികൾ ഒളിവിൽ പോകുന്നു, ഓരോരുത്തരായിട്ട് വന്ന് കീഴടങ്ങുന്നു, ചിലരെ പിടിച്ചു വന്ന് പോലീസ് തിരക്കഥ പറയുന്നു. നമ്മൾക്കിത് വിശ്വസിക്കാൻ സാധിക്കില്ല ജിംസേ, ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. ശരി, അഡ്വക്കേറ്റ് ബൽദേവ്, അങ്ങ് സംസാരിച്ചു ഇടയ്ക്ക് തടസ്സപ്പെട്ടു, അങ്ങ് ഒന്ന് പൂർത്തിയാക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ്രതികളെ സംരക്ഷിക്കാത്ത അവസാനത്തെ ഒരു വാചകം ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ പ്രതികളെ സംരക്ഷിക്കാതായിട്ടില്ല. കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു. ഏതൊക്കെ രീതിയിൽ മർദ്ദിക്കാവോ ആ രീതിയിലെല്ലാം മർദ്ദിച്ചായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തുടക്കത്തിൽ ശരിയാണ്, പോലീസിന്റെ ഭാഗത്ത് ചില അലംഭാവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായിട്ട് അതിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടായാലും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും അതെല്ലാം വെച്ചുകൊണ്ട് ശക്തമായി അന്വേഷിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് വെച്ച് എൻ്റെ ഒരു അനുഭവം വെച്ച് ഈ പ്രതികൾക്ക് ഉടനെ ഒന്നും ജാമ്യം കിട്ടാനും സാധ്യതയില്ല. ഇവിടെ പിന്നെ പ്രതികളെ സംരക്ഷിക്കാൻ CPM-ഉം ഗവൺമെന്റ് ശ്രമിക്കുന്നു. അത് സ്വാഭാവികമായി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഭരണകക്ഷി എപ്പോഴും ഇരിക്കുമ്പോൾ ആ ഭരണകക്ഷിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയോ യുവജന സംഘടനയോ പ്രതികളായാലും അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുള്ളത്. നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യത്തിനെടുക്കാം. രഞ്ജി ശ്രീനിവാസൻ വധം കൊന്നത് PDP-കാരായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അവരെ സംരക്ഷിക്കാൻ PFI പോപ്പുലർ ഫ്രണ്ട്. അപ്പോൾ അവരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു അന്വേഷിച്ച് ആ പ്രതികളെ മൊത്തത്തിൽ മാക്സിമം പണിഷ്മെന്റ് അതിനകത്ത് വാങ്ങിച്ചു കൊടുക്കാനും. അന്നും ഇതുപോലെ കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷിക്കണം. ആ ഭാഗത്തോടെ നമുക്ക് യോജിപ്പില്ല. കാരണം കേരള പോലീസ് വളരെ നല്ല രീതിയിൽ അന്വേഷിച്ചാൽ നല്ല രീതിയിൽ തന്നെ തൂക്കയറ് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ പോലീസിന് ചിലപ്പോൾ ശരിയാണ് ചില കോച്ചുവലങ്ങൾ വരും. അതിനകത്ത് ചില പോലീസുകാർ, എല്ലാവരും ഒന്നുമില്ല, വളരെ ശക്തമായിട്ട് രഞ്ജിത് ശ്രീനിവാസൻ വധത്തിന് തൊട്ട് തലേന്ന് നടന്ന കേസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അല്ല, ഉണ്ടാകാം, ഞാൻ പറയാമല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം CK ശശിധരൻ പോയ കാര്യമാണ് ഇപ്പൊ എടുത്തു കാണിക്കുന്നത്. ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. ചില സമയങ്ങളിൽ ചില പ്രതികളെ ഹാജരാക്കാൻ തന്നെ അവർ പോകാൻ മടിക്കുമ്പോൾ അത് പ്രതികളെ രക്ഷിച്ചുകൊണ്ട് വരാനില്ല. ചില പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ പോകാനോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോകാനോ അവർ മടി കാണിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയത് വരാം. ഒരിക്കലും മജിസ്ട്രേറ്റിന്റെ അടുത്താണ് പോയത്. മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഒരിക്കലും മജിസ്ട്രേറ്റ് ചോദിച്ചു, അദ്ദേഹത്തിന് എളുപ്പമായി മടങ്ങി പോരേണ്ടി വന്നു. ശരിയാണ്, മജിസ്ട്രേറ്റ് എടുക്കൽ ഒരു കാര്യവുമില്ല, പോയിട്ട് അകത്തോട്ട് പോലും ഒരു മജിസ്ട്രേറ്റ് കയറ്റത്തില്ല. കാരണം അതിലുപരി ഇത് നോൺ ബെയിൽ ഒളവൻസ് ആണ്. അതിനകത്തൊരു മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കത്തുമില്ല. അപ്പോൾ ഒരു പ്രതിയുടെ കൂടെ ഒരു പക്ഷേ ഇദ്ദേഹം പോയി കാണില്ലെന്ന് ഞാൻ തർക്കിക്കുന്നില്ല. അദ്ദേഹം പോയതായി തെളിവുകളുമുണ്ട്. അപ്പൊ അത് പ്രതികളെ കുറ്റത്തിൽ നിന്നും സംരക്ഷിക്കാനാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പിന്നെ മുമ്പേ അജിംസ് ചോദിച്ചൊരു കാര്യം, ഇത് അവിടുത്തെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ കോളേജുകളിലും ഇത്ര ശതമാനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്കാർക്ക് സംവരണമുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ശതമാനം, ഗവൺമെന്റ് കോളേജിൽ നല്ലൊരു ശതമാനം സംവരണമാണ്. ആ സംവരണം പല വിഭാഗങ്ങളുണ്ട്. പിന്നോക്ക ഈഴവർക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, പട്ടികജാതിക്കാർക്കുണ്ട്, പട്ടികവർഗക്കാർക്കുണ്ട്, മറ്റ് പിന്നോക്ക സമുദായക്കാർക്കുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം കൂടെ നല്ലൊരു പകുതിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ സംവരണത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇവർക്കെതിരെ, അങ്ങനെ സംവരണത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണം വന്നാൽ നമ്മുടെ കലാശാലകളിൽ 50% വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റില്ല. അത്രത്തോളം വിദ്യാർത്ഥികൾ ഏകദേശം സംവരണത്തിലാണ് വരുന്നത്. പിന്നെ മെറിറ്റിൽ വരുന്നതിനകത്തും പിന്നോക്ക സമുദായക്കാരോ പട്ടികജാതിക്കാരോ ഒക്കെ ഉണ്ടാകാം. അവർക്ക് മെറിറ്റിലും വരാം. എല്ലാവരും പരിപൂർണ്ണമായിട്ട് സംവരണത്തിൽ വരണം. ഉന്നത മാർഗമുള്ളവർക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാം. ഇന്ന് വേറൊരു വാർത്ത ഇവിടെ വന്നു, അത് അജീംസ് ശ്രദ്ധിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഗവർണർ പറഞ്ഞിരിക്കുന്നു SFIയും പോപ്പുലർ ഫ്രണ്ടും കൂടെ ചേർന്ന് ക്യാമ്പസിൽ നടത്തിയ അതിന്റെ പിന്നിൽ തെറ്റായ സന്ദേശമുണ്ട് അജീംസെ. പിന്നെ അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് പ്രതികൾ ഇതിനകത്തുണ്ട്. അങ്ങനെ പ്രതികൾ വന്നു കഴിഞ്ഞാൽ അവരെ PFI ആയിട്ട് അല്ലെങ്കിൽ തീവ്രവാദികളായിട്ട് മുദ്ര കുത്തുന്ന ഒരു ഏർപ്പാട് ഹിന്ദു വർഗീയവാദികൾക്കുണ്ട്. അതിന്ന് ഉച്ചയ്ക്ക് വന്ന കാര്യമാണത്. കേരള ഗവർണർ പറഞ്ഞിരിക്കുന്നത് SFI PFI ഗൂഢാലോചനയാണ്. ഇതിനകത്ത് എന്താണ് ഗൂഢാലോചന? 4-5 മുസ്ലിങ്ങൾ അതിലത്തെ പ്രതികളായതുകൊണ്ടാണ്. അപ്പൊ അവരെ ശരിക്കും വർഗീയവാദികളാക്കി
മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ തീവ്രവാദികളാക്കി മാറ്റുന്ന ഒരു തെറ്റായ പ്രവണത അത് ഹിന്ദുക്കൾക്കൊന്നുമല്ല, ഹിന്ദുക്കളിലുള്ള ഒരു വിഭാഗം വർഗീയവാദികൾക്കുള്ളവരാണ്. യഥാർത്ഥ ഒരു ഹിന്ദുവിനെ അങ്ങനെ പറയാൻ പറ്റില്ല. ഹിന്ദുവിലുള്ള വർഗീയവാദികൾ എവിടെയെങ്കിലും നിസ്കാര തഴമ്പ് കണ്ടാൽ അവൻ തീവ്രവാദി, അതല്ലെങ്കിൽ മുസ്ലിം എന്നൊരു പേര് കേട്ടാൽ അവൻ തീവ്രവാദി. ആ ഒരു ധാരണയും തെറ്റാണ്. നമ്മൾ അങ്ങനെയുള്ള മുൻവിധിയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരിക്കലും ഒരു സംവരണ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി ആക്രമിച്ചെന്ന് പറയുന്നതിനകത്ത് യോജിപ്പില്ല. അവിടെ ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ ഉയർത്തിയ വാദമല്ല. ഇന്നൊരു മാധ്യമത്തോട് സിദ്ധാർത്ഥന്റെ പിതാവ് ഉന്നയിച്ചൊരു വാദമാണ്. നിരന്തരം അപഹസിക്കപ്പെടുമായിരുന്നു ക്യാമ്പസിൽ, സംവരണത്താൽ സീറ്റ് കിട്ടിയ ആളെന്നതിൽ നിരന്തരം അപഹസിക്കപ്പെടുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇല്ല, അതിനേക്കാൾ പട്ടിക വർഗത്തിൽപ്പെട്ടവരെ ഇപ്പൊ എല്ലായിടത്തും പഠിക്കുന്നുണ്ടല്ലോ. വിശേഷിച്ച് ഇങ്ങനെയുള്ള കോളേജിലൊക്കെ അവർക്ക് കൃത്യമായ ഗവൺമെന്റ് കോളേജാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ മെറിറ്റും സംവരണ മെറിറ്റുകളും പ്രത്യേകമാണ്. അതിനകത്ത് എല്ലാ സമുദായക്കാരോട് വരും. അപ്പൊ അതിനോട് നമുക്കൊന്നും യോജിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ എന്നുള്ളതിൽ അങ്ങനെ നടന്നിട്ടില്ല എന്നതിന് തെളിവല്ല അത്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുമ്പോൾ അത് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ചില ഇതും അതുമായിട്ട് നമുക്കറിയില്ല. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്കറിയാം. വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെയുള്ള കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ഇതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം നമുക്കറിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: സിദ്ധാർത്ഥിനെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചു. ആ ഉപദ്രവത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. എന്റെയും ബലമായ സംശയം തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല. ആത്മഹത്യ ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. ആത്മഹത്യയുടെ പ്രവണതകളൊന്നുമില്ല. അത് കേരള പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ് കേരള പോലീസിനുണ്ട്. പിന്നെ സുഭാഷ് ബാബു സാർ ഉൾപ്പെട്ട് നമുക്കറിയാം, പ്രധാനമായിട്ട് കോടതികളിൽ വരുമ്പോൾ ഒന്നാമതായിട്ടാണ് ഓറൽ എവിഡൻസ്. അത് കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന മെറ്റീരിയൽ എവിഡൻസ്, പിന്നെ സയന്റിഫിക് എവിഡൻസ്. 302 ആണെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 302-നേക്കാൾ പ്രയാസമാണ് 306 എസ്റ്റാബ്ലിഷ് എടുക്കാൻ. കാരണം അദ്ദേഹം ഈ ബലദേവ് ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം ക്രൂരമായി മർദ്ദിച്ചിട്ട് അത് ആത്മഹത്യ ചെയ്തിട്ട് അത് മർദ്ദനം നടന്നു എന്ന വിവരം പോലും പുറത്തു വരുന്നത് ഉത്തരേന്ത്യക്കാരായ കുറെ വിദ്യാർത്ഥികൾ ഈ മരിച്ച സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ അതും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു ക്യാമ്പസിൽ നിന്ന് എന്ത് ഓറൽ എവിഡൻസ് ആണ് കിട്ടുക അവനെ തല്ലിക്കൊന്നു? അതാണ് ഞാൻ പറഞ്ഞ അതിനാണ് 306 വരുന്നൊരു പ്രത്യേകത. അതൊക്കെയാണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ തെളിവുകൾ നശിപ്പിക്കാനോ പ്രതികളെ സംരക്ഷിക്കാനോ ആദ്യത്തെ 2-3 ദിവസം ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അന്വേഷണം അതിന്റെ ശരിയായ പാതയിലൂടെ പോകുന്നു. പോലീസും നല്ല രീതിയിൽ അന്വേഷിക്കുന്നുള്ള തെളിവാണ് ഈ 18 പ്രതികൾ. ആദ്യം 18 പ്രതികൾ എന്നാ പറഞ്ഞിരുന്നത്. ആ റാഗിങ് പോലെ സസ്പെൻഡ് ചെയ്ത 18 പേരെയാണ്. ആ 18 പേരെയും അതിനകത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്, യൂണിറ്റ് ചെയർമാനും ഒക്കെ ഉണ്ട്. അപ്പൊ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ അവരെ സംരക്ഷിക്കാം. അങ്ങനെ സംരക്ഷിക്കണമെന്ന് CPM-ന്റെ നേതാക്കന്മാരോ പോലീസിന് അങ്ങനെ നിർദ്ദേശമോ കൊടുത്തിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ 18 പ്രതികളിൽ നമുക്കറിയില്ല, ശക്തമായ അന്വേഷണം തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. ഈ സംഭവം പുറത്തു വരുന്നത് 6-7 ദിവസം കഴിഞ്ഞാണ് ഈ സംഭവത്തിന്റെ സീരിയസ്നെസ് ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പുതിയ അന്വേഷണ ഏജൻസി ഈ 18 പ്രതികളെ അറസ്റ്റ് ചെയ്യും. അവർക്ക് ഒരിക്കലും ജാമ്യം ഉടനെ ഒരു കോടതി അവർക്ക് ജാമ്യം കൊടുക്കില്ല. ആ ജാമ്യം കൊടുക്കാത്ത രീതിയിൽ തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ ഒരു കോടതിയും ജാമ്യം കൊടുക്കില്ല. 306 ആണെങ്കിൽ പോലും ജാമ്യം കൊടുക്കില്ല. അങ്ങനെ നിരവധി ദിവസങ്ങളുള്ള ഈ റിമാൻഡ് പീരീഡിൽ തന്നെ അവർ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കുകയാണെങ്കിൽ ട്രയൽ സ്റ്റേജിൽ അവർ കിടക്കേണ്ടി വരും. അതിന് തർക്കമൊന്നുമില്ല. അങ്ങനെയാണ് പല കേസുകളും സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കാതെ തന്നെ പോകും. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പരിപൂർണമായിട്ട് അതുകൊണ്ട് CPM-ഓ പോലീസിനെ ചേർന്ന് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ശശീന്ദ്രൻ MLA പോയത് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ പോകാൻ പാടില്ലാത്തതായിരുന്നു. ഇങ്ങനെയുള്ള കേസിൽ അദ്ദേഹം പോയതൊരു രാഷ്ട്രീയ പ്രവർത്തനം ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഒരുപക്ഷെ പ്രതികളെ സമ്മർദ്ദമാണ് പ്രശ്നം ബൽദേവ്. കാരണം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അദ്ദേഹം 2 വട്ടം MLA ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ആര് സമ്മർദ്ദപ്പെടുത്താനാണ്? പ്രതികളുടെ സമ്മർദ്ദമൊന്നും അല്ലല്ലോ, അത് പാർട്ടിയുടെ സമ്മർദ്ദമാണ്. പാർട്ടി അങ്ങനെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ സംഭവം പുറത്തു വന്നതും അതിനിടയിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടതും റിമാൻഡ് റിപ്പോർട്ടിലും ഇത് സ്വയം കെട്ടി തൂങ്ങിയതാണ് എന്ന് പോലീസ് ആവർത്തിക്കുന്നു. കുടുംബവും മാധ്യമങ്ങളും ഇങ്ങനെ പറയുന്നു കൊലപാതകമാണ്, അതുകൊണ്ട് ഇത് അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇതിൽ നിന്ന് വ്യക്തമല്ലേ ഈ സംവിധാനം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണകൂടം ഈ കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്? അല്ല, അതിനോട് ഞാൻ പറഞ്ഞില്ല, അതിനോട് പരിപൂർണ്ണ അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഈ 18 പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് വരില്ല. ഒരു കാര്യമുണ്ട്, ഇവിടെ സുഭാഷ് ബാബു സാർ റിപ്പോർട്ടല്ല, ഈ റിമാൻഡ് റിപ്പോർട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇനി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചാർജ് ഷീറ്റ് ഇതിന് വിപരീതമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ സുഭാഷ് സാർ പറയട്ടെ, പറ്റില്ല. ഈ റിമാൻഡ് റിപ്പോർട്ടാണ് അവരുടെ അടിസ്ഥാനമായ ഒരു ഘടകം. ഇതിൽ നിന്നുകൊണ്ടാണ് അടുത്ത അവർ കുറ്റപത്രം തയ്യാറാക്കുന്നത്. അപ്പൊ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ഈ 1 മുതൽ 18 വരെ പ്രതികളെന്ന് റിമാൻഡിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. ഈ 18 പേരിൽ നിന്ന് ഒരാളിനെ പോലും ഇനി ഒഴിവാക്കാൻ പറ്റില്ല.
സാധാരണ കൊച്ചു കൊച്ചു കേസുകളിലേക്ക് ഒഴിവാക്കാൻ ഇങ്ങനെ ഗ്രേവായിട്ടുള്ള ഒഫൻസ് വരുന്നതിനകത്ത് ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രതികളെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഈ കേസിനകത്ത് അങ്ങനെ ഒരു പ്രതി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റും ഭാരവാഹികളും ഇതിൽ ആരൊക്കെ SFIക്കാരുണ്ടോ അവരെല്ലാവരെയും പ്രതികളായിട്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനേ പറ്റൂ. ഇതിനെ ബേസ് ചെയ്ത് ഒരു കുറ്റപത്രം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പോലീസ് ഓഫീസറെ സ്വാധീനിച്ച് ഒരു സെക്കൻഡ്, ഒരു പോലീസ് ഓഫീസർക്ക് ആൾക്കാരെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ, സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ കുറ്റപത്രത്തിനകത്ത് നിരവധി ലൂപ്പ് ഹോൾസ് കാണും. നമുക്കറിയാം, ചില പോലീസ് ഓഫീസർമാർ തന്നെ പറയാറുണ്ട് അത് അങ്ങനെ എഴുതേണ്ടി വന്നു, വിസ്തരിക്കുമ്പോൾ അവർ പറയും അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ എഴുതേണ്ടി വന്നതാണ്. ആ ലൂപ്പ് ഹോൾ പിടിച്ചാണ് വക്കീലന്മാർ പിടിച്ചു കയറുന്നത്. അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് ഇട്ട് അവർ കുറ്റപത്രം തയ്യാറാക്കും. റിമാൻഡ് പോലും അവരെങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ട് പോലും എടുത്ത് വേണ്ടി വന്നാൽ ജാമ്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു തട്ടിക്കൂട്ട് റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കും. ഇതൊരു തട്ടിക്കൂട്ട് റിമാൻഡ് റിപ്പോർട്ടല്ല. ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടരുത് എന്നുദ്ദേശിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടാണ്. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ അഡ്വക്കേറ്റ് ബൽദേവ് പറയുന്നത് പോലെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമൊന്നും പോലീസ് ഇപ്പോൾ നടത്തുന്നില്ല. ഇന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വെച്ച് ഒരു കുറ്റപത്രത്തിലേക്ക് പോലീസിന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എത്രമാത്രം ശക്തമാണ് ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ട്? അതായത് മാധ്യമങ്ങളും കുടുംബവും പറയുന്നത് ഇതൊരു കൊലപാതകമായേക്കാം, അതുകൊണ്ട് അത് അന്വേഷിക്കണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ആരോ പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ പരാതി ഉള്ളതുകൊണ്ട് അന്വേഷിക്കാം. അതല്ലാതെ ഇവർക്ക് പ്രഥമഘട്ടത്തിൽ എന്തെങ്കിലും അത്തരത്തിൽ അന്വേഷണത്തിൽ ലീഡ് കിട്ടിയതായി അവരും സമ്മതിക്കുന്നില്ല. എന്തു തോന്നുന്നു? അല്ല, അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഒരു ഹാങ്ങിങ് എന്ന് പറയുന്നത് ആസ്ഫിക്സ് ഡ്യൂ ടു ഹാങ്ങിങ് എന്നുള്ള രീതിയിലാണ് എഴുതുക. അതായത് ശ്വാസം മുട്ടി മരിച്ചതായിട്ടാണ് അതിനകത്തിലെ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് കാണുന്നത്. പക്ഷെ ഇത് ജീവനോടെ ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിലും അതോ ജീവനോടോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലോ അദ്ദേഹത്തിനെ കെട്ടിത്തൂങ്ങിയതിന് ശേഷം അദ്ദേഹം മരിക്കുകയാണെങ്കിലോ ഇതേ ഫൈൻഡിങ്സ് തന്നെ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹാങ്ങിങ് എന്ന് പറയുന്നതിനൊരു അന്തിമ റിപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കേസിന്റെ ബാക്കി ഭാഗങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇതിന്റെ സാഹചര്യം സുഭാഷ് ബാബു, എന്റെ പ്രശ്നം ഇതാണ്. സുഭാഷ് ബാബു, എന്റെ ചോദ്യത്തിന്റെ മർമ്മം ഇതാണ്. അതായത് ഒരു FIRൽ സ്വയം കെട്ടിത്തൂങ്ങി നിലയിൽ കാണപ്പെട്ടു എന്ന് FIRൽ എഴുതുന്ന ഒരു അബദ്ധമായി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലെ സൂചനയാണ് ഞാൻ പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കേസിനെ കുറിച്ച് വിശദീകരിക്കുന്നത് സ്വയം കെട്ടിത്തൂങ്ങി മരിച്ച കേസിൽ എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഈ ആരോപണം മാധ്യമങ്ങൾ പറയുന്നു, കുടുംബം പരാതിപ്പെടുന്നു എന്നൊക്കെ പിന്നീടാണ് പറയുന്നത്. അല്ല, അത് ആ ഉദ്യോഗസ്ഥനെ പറ്റിയൊരു പെശകായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സാധാരണ ഒരു വിവേചനപരമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് എഴുതുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇന്ന മാതിരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ആസ്ഫിക്സ് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച്, ഈ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിന്റെ ശാരീരികമായ ക്ഷതങ്ങളും പരിക്കുകളും മറ്റ് സാഹചര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ആത്മഹത്യ എന്നതിന് അപ്പുറം ഒരു കൊലപാതകം എന്നുള്ളതിന് പ്രാമുഖ്യം നൽകി അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസായിട്ട് തോന്നുന്നു എന്നാണ് അദ്ദേഹം എഴുതേണ്ടിയിരുന്നത്. അതിന് പകരമായിട്ട് എഴുതുമ്പോൾ ഇത് എഴുതി അതിന് സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥൻ കരുതിക്കുട്ടിയോ അല്ലെങ്കിൽ അതല്ലാണ്ട് ബോധപൂർവമല്ലാത്തതോ ഒരു പിശക് വരുത്തി എന്നുള്ളത് സമ്മതിച്ചേ മതിയാവും. അത് അജിംസ് പറയുന്നത് 100% ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ അത് എഴുതിയതിൻ്റെ പെശകാണ്. അദ്ദേഹം അത് ബോധപൂർവമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആ ഒരു ഭാഗം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അതിനേക്കാൾ ഭംഗിയായ രീതിയിൽ അതിനകത്ത് എഴുതാമായിരുന്നു. അത് അദ്ദേഹം അറിയാത്തത് കൊണ്ട് എഴുതിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും എഴുതിയത് തെറ്റായിപ്പോയി എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. ശരി, ശ്രീ നജാഫ്, ഇന്ന് നിങ്ങൾ മറ്റൊരു പരാതി കൂടി, ഇപ്പോൾ നവാസ് ഗവർണർക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മുങ്ങിമരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2022 നടന്ന സംഭവമാണ്. ഇന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. കൊയിലാണ്ടിയിൽ റാഗിംഗ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ SFIക്കാർ മർദ്ദിക്കുന്നു എന്ന വാർത്ത, അത് പരാതിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ സ്കെൽറ്റൻ ഇൻ കബോർഡ് എന്ന് പറയുന്ന പോലെ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അതെ അജിംസ്, അത് കൊയിലാണ്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് RSM SNDP കോളേജിലെ അമലിനെ അവിടുത്തെ ചെയർമാനും ഭാരവാഹികളായ ആളുകളാണ് ആക്രമിച്ചത്. അതിനു മുമ്പ് നേരത്തെ ഇവിടെ സംസാരിച്ച ഇടത് നിരീക്ഷകൻ എന്ന ചെയറിലിരിക്കുന്ന പ്രിയപ്പെട്ട ലോയർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് ജാഗ്രതയുണ്ട് എന്ന് പറയുന്നു.
എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ഇപ്പോഴും 306 ആണ് വകുപ്പുള്ളത്. ആത്മഹത്യയിലേക്ക് സ്വയം പോയി എന്നല്ലാത്ത ഏതെങ്കിലും ഒരു വാദമുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇതിൽ രക്ഷപ്പെടുവാനുള്ള എല്ലാ സാധ്യതയും മറക്കുവാനുള്ള സൗകര്യം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇതിൽ അവർക്ക് ജാമ്യം കിട്ടില്ല, അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ. റിട്ടയർഡ് എസ് പി ഇവിടെ പറഞ്ഞില്ലേ? റിട്ടയർഡ് എസ് പി പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. ആ പോയിന്റ് ഇവർ രക്ഷപ്പെടുത്താൻ FIS കൊണ്ട് രക്ഷപ്പെട്ട എത്ര കേസുകളുണ്ട് ഇവിടെ? FIS-ൽ തിരുത്തുകൾ ഉണ്ടായതുകൊണ്ട്, FIR-ൽ പ്രശ്നമുണ്ടായതുകൊണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ, ഏതൊക്കെ കേസുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ അപകടകരമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വാളയാർ കേസിൽ ആദ്യത്തെ പെൺകുട്ടി മരിക്കുമ്പോൾ അവിടുത്തെ FIS സ്റ്റേറ്റ്മെന്റ് ആത്മഹത്യ ചെയ്തെന്നായിരുന്നു. അത് മൊഴി കൊടുത്ത സാക്ഷി പോലും പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആത്മഹത്യ എന്നൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ FIS-ലും FIR-ലും ആത്മഹത്യ എന്നുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതെ, മറ്റൊന്ന് ബാലദേവ് വക്കീൽ മറന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലെ തന്നെ പാലത്തായി കേസിൽ ഈ ആദ്യ ഘട്ടത്തിൽ കൊടുത്ത ചാർജ് ഷീറ്റ് മാറ്റി രണ്ടാമത് ചാർജ് ഷീറ്റ് കൊടുത്തതിന് വിചാരണ നടക്കുന്ന ദിവസങ്ങളിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ കേസും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരുതിക്കൂട്ടി വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ സർക്കാർ ഇടപെട്ടു എന്നത് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? പിന്നെ നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതിൽ ഈ തീവ്രവാദികളായി വരുന്ന PFI SFI ബന്ധങ്ങളെ പറ്റി, അതിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ്, ഇവർ തീവ്രവാദികൾ തന്നെയാണ്. അതാരായാലും SFI നടത്തിയിരിക്കുന്ന ഈ അക്രമത്തിന് തീവ്രവാദം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തീവ്രവാദം കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൊയിലാണ്ടിയിൽ അത് സംഭവിക്കുന്നത്. കൊയിലാണ്ടിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും നമുക്ക് എണ്ണി പറയാൻ കഴിയും. കേരളത്തിലെ ക്യാമ്പസുകളിൽ, ഓരോ ക്യാമ്പസുകളിലും SFI ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രക്ഷപ്പെടുത്താൻ നേതാക്കന്മാർ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ നിങ്ങൾ തീവ്രവാദം എന്ന് ആവർത്തിക്കുന്നത്? അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മളിവിടെ ഈ രണ്ട് ചേരിയെയും കെട്ടി ഗവർണർ പറയുന്ന കമന്റിനെയല്ല ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് SFIയെ ഇങ്ങനെ ക്യാമ്പസിൽ ഇതുപോലുള്ള തീവ്രവാദത്തിന് സമാനമായ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രമങ്ങൾ നടത്തുന്നത്? അത് ചർച്ച ചെയ്യട്ടെ. പിന്നെ പൊളിറ്റിക്സ് ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഞങ്ങൾക്കിത് പൊളിറ്റിക്സായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ നോക്ക്, സിദ്ധാർത്ഥിന്റെ വിഷയത്തെ അവർ കൊണ്ടു നടക്കുന്നിരിക്കുന്ന ഒരു ഏകദേശം ഒരേ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇവിടെ മാത്രം ഈ മോഡസ് ഓപ്പറാൻഡി ഇവിടെ മാത്രം കാണേണ്ട ഒന്നല്ല. ഡിക്റ്റേറ്റർമാരായി ലോകത്ത് നമ്മൾക്ക് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ കൊലപാതകത്തിന്, അവരുടെ അക്രമത്തിന് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അതെന്തിനാണ്? ആളുകളെ ഭയപ്പെടുത്താൻ. അവർ മൊഴി പറയരുത്, പറഞ്ഞല്ലോ നേരത്തെ അജിംസ്. മൊഴി പറയാൻ ഇതൊന്നും തിരിച്ചറിയാത്ത കേരളത്തിന് പുറത്തുള്ള ആളാണ് മൊഴി പറയാൻ വേണ്ടി തുടക്കത്തിൽ അവർക്ക് വേണ്ടിയ നിർദ്ദേശങ്ങൾ പോലീസിന് ലഭ്യമായത് അവരിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായൊരു ഫാസിസ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്, അത് തീവ്രവാദപരമാണ് എന്ന പോയിന്റിൽ നിന്നും ഒരു തരിമ്പ് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ എങ്ങനെയാണ് പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയണോ? എന്നാൽ നോക്കിക്കോ, പ്രധാനമായ ഒരു പോയിന്റ്, യൂണിറ്റ് കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട SFI എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചത്? യൂണിയൻ എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചത്? എന്നാൽ ഇടത് പ്രൊഫൈലുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇടത് നിരീക്ഷകനോട് പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? അയാൾ കൊല്ലപ്പെടേണ്ടതാണ് എന്ന വാദം ഉയർത്തുന്ന രൂപത്തിലുള്ള ചില ചിന്താഗതികളും ചില ക്യാപ്സൂളുകളും കൊണ്ടുപോയിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഇടത് വാദങ്ങളിൽ, അവരുടെ പോസ്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും ഒന്ന് തള്ളിയിട്ട് വീണ്ടും ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തള്ളിവിടുന്ന സാംസ്കാരിക നായകന്മാർ അതിൽ നിങ്ങളുടെ ആരോപണം എന്താണ്? ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്വിമ്മിംഗ് പൂൾ മരണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വിമ്മിംഗ് പൂൾ മരണത്തിൽ അന്ന് തന്നെ MSF നിരന്തരമായി സമരം നടത്തിയതാണ്. ആ ക്യാമ്പസിൽ വിദ്യാർത്ഥിയായ സഹപ്രവർത്തകനെ കൊലപാതകം നടത്തിയതാണെന്ന ആരോപണം നിലനിൽക്കെ അതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. നിരന്തരമായി വ്യത്യസ്തമായ സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവിടെ ഓപ്പണായി നിന്നിരുന്ന ക്യാമറകൾ ഓഫാവുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിന് പിന്നിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റർ ഉണ്ടായി എന്ന് അന്നു മുതൽ ഞങ്ങൾ പറയുന്നു. എന്നാൽ പോലീസ് ആ ഭാഗത്ത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ ഒരു കൊലപാതകമുണ്ടായാൽ, അക്രമമുണ്ടായാൽ, ഇത് രൂപത്തിലുള്ള അക്രമങ്ങൾ കൊണ്ടുവന്നാലും ഇതിനൊക്കെ തേച്ചുമാച്ച് കളയാൻ സർക്കാർ കൂടെ നിൽക്കുക, പോലീസ് കൂടെ നിൽക്കുക,
അതിൻ്റെ എല്ലാ സിസ്റ്റവും കൂടെ നിൽക്കുക. അതിൻ്റെ അടയാളങ്ങൾ ഓരോ സ്ഥലത്തും കാണുന്നു. അതുകൊണ്ട് പ്രതികളായ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഗവർണർക്ക് പി കെ നവാസ് ഇന്ന് കത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകൾ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ കേന്ദ്രങ്ങളാക്കി SFI മാറ്റുന്നു എന്നും അവിടെ ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുമുള്ള ഞങ്ങളുടെ നിരീക്ഷണം അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും ഇത്തരം സ്ഥാപനങ്ങൾ അതുപോലെ ഹോസ്റ്റലുകൾ നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവണമെന്നും കൂടി ചേർത്ത് വെച്ചാണ് ഞങ്ങളുടെ പരാതി. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ക്യാമ്പസുകളിൽ സർഗാത്മകമായ വേദികൾ ഉണ്ടാവണം, ഭാവനയും സർഗാത്മകമായ ഇടപെടൽ ഉണ്ടാവണം. എന്നാൽ വാളും പരിചയം പറയുന്ന കഥയല്ല ക്യാമ്പസിൽ ഉണ്ടാവേണ്ടത്. ഇവർ ആർക്കു വേണ്ടിയാണ് സിന്ദാബാദ് വിളിക്കുന്നവർക്കറിയില്ല, ആർക്കു വേണ്ടിയാണ് കൊല്ലുന്നതറിയില്ല. എന്നാൽ കൊല്ലാൻ അയക്കുന്ന യൂണിറ്റ് ഭാരവാഹികൾക്ക്, നേതാക്കന്മാർക്ക് അവർ പഠിച്ച പാഠം സ്റ്റാലിൻ ശൈലിയാണ്. അവരുടെ ആശയത്തിന്റെ പ്രശ്നമാണിത് എന്ന് തിരിച്ചറിയാൻ പൊതുസമൂഹം അവർ രക്ഷിക്കാൻ നേതാക്കന്മാർ ഒരു OEC വിഭാഗത്തിൽപ്പെട്ട, അതായത് അതിതീവ്ര പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥൻ. സംവരണം നേടി ആ സീറ്റ് നേടിയതിൻ്റെ പേരിൽ നിരന്തരം അപഹസിക്കപ്പെട്ടിരുന്നു ക്യാമ്പസിൽ എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നു, സിദ്ധാർത്ഥൻ്റെ പിതാവ് പറയുന്നുണ്ട്. ഈ പല രീതിയിൽ പല അടരുകളുള്ളൊരു ക്രൈമാണിത്. പല അടരുകൾ, രാഷ്ട്രീയമായും അല്ലാതെയും പല അടരുകളുള്ളൊരു ക്രൈമാണിത്. ഇവിടെ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് എങ്ങനെ വാദിക്കാൻ കഴിയും? ജിംസെ, ഒരു രീതിയിലും അത് വാദിക്കാൻ കഴിയില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്കും SFIക്ക് അനുകൂലമായിട്ട് ചിന്തിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്കല്ലാതെ ഒരാൾക്കും അതങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 3 ദിവസക്കാലം ഒരു ചെറുപ്പക്കാരനെ അവിടെ ഇവരുടെ കസ്റ്റഡിയിൽ വെച്ച് നിരന്തരം പീഡിപ്പിക്കുന്നു. ഇത് തന്നെ 3 മണിക്കൂർ തുടർച്ചയായിട്ട് അക്രമം ചെയ്യുന്നു. 3 ദിവസം ഇങ്ങനെ പീഡനം നടത്തുന്നു, പട്ടിണിക്കിടുന്നു, വെള്ളം കൊടുക്കുന്നില്ല, പൂട്ടിയിടുന്നു, മൃതപ്രായനാക്കി ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന കുറേ ആളുകൾ, ഇതിൽ സംവരണ വിഷയമുണ്ടെന്ന് ആ കുടുംബം പറയുന്നു. അത് അങ്ങനെ ഇല്ലെന്ന് പറയുന്ന എതിർ വിഭാഗമുണ്ട്. പക്ഷെ ആ കുടുംബത്തിന്റെ ആശങ്കയുടെ പുറത്താണ് ഈ അന്വേഷണം ഇവിടെ വരെ എത്തിയത്. പൊതുസമൂഹം ഇത്രത്തോളം ഇത് ചർച്ച ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഇതൊരു സാധാരണപ്പെട്ട ആത്മഹത്യയായിട്ട് മാത്രം എഴുതി തള്ളപ്പെടേണ്ട കാര്യമായിരുന്നില്ലേ? ആ ക്യാമ്പസിൽ പഠിച്ച ഒരാൾ പോലും പരാതി കൊടുക്കാൻ തയ്യാറായില്ല. ഒരു ഉദ്യോഗസ്ഥനോ ഒരു അധ്യാപികയ്ക്കോ അധ്യാപകനോ പോലും അതിലൊന്നും അഭിപ്രായം പറയാനുണ്ടായില്ല. ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം കൊടുത്ത കള്ളപ്പരാതിയിന്മേൽ എൻഡോഴ്സ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത അധ്യാപകരുണ്ട് അവിടെ നിന്ന്. ആ ചെറുപ്പക്കാരൻ്റെ മൃതശരീരം പട്ടണയിലേക്ക് വെക്കുമ്പോഴും അയാൾക്കെതിരെ കുറ്റപത്രം ചാർത്തുന്ന ഒപ്പിട്ട് കൊടുത്ത അധ്യാപകരില്ലേ? അവരൊക്കെ മനസാക്ഷിയുള്ളവരാണോ? ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണോ ക്യാമ്പസിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുക? ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് മാതാപിതാക്കൾ പറഞ്ഞു വിടുക? ഇവരൊക്കെ ഇത്തരം അടിമ വേല ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. ഡീൻ പറഞ്ഞ ന്യായീകരണം നമ്മൾ കേട്ടില്ലേ, കാവൽക്കാരനല്ല എന്ന്. വിദ്യാർത്ഥികളുടെ കാവൽക്കാരനാണ് ഒരു അധ്യാപകൻ. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞ് നമ്മുടെ അധ്യാപകരുടെ മുമ്പിലേക്ക് നമ്മളെ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം കൂടി കൂടിക്കൊണ്ട് ഹോസ്റ്റലിന്റെ വാർഡന്റെ ചുമതല കൂടിയുള്ള ഡീൻ പറയുക ഞാൻ കാവൽക്കാരനല്ല എന്ന്. അത് എന്ത് മറുപടിയാണ് പറയുന്നത്? ഇദ്ദേഹത്തിനൊന്നും ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. തെളിവ് നശിപ്പിച്ച ഹോസ്റ്റലിലല്ല താമസം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആ ഹോസ്റ്റലിൽ എന്ത് നടന്നാലും അദ്ദേഹം അറിയണമെന്നില്ല. അദ്ദേഹം പിന്നെ എങ്ങനെയാണ് അജീംസെ, അദ്ദേഹത്തിന്റെ തന്നെ വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ പിന്നെ അദ്ദേഹം അവിടെ എത്തുന്നത് എങ്ങനെയാണ്? 3 ദിവസക്കാലം തുടർച്ചയായിട്ട് ഒരു ചെറുപ്പക്കാരനെ ക്രൂര പീഡനം നടത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി, ഉത്തരേന്ത്യയെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ. നമ്മളൊക്കെ സംഘപരിവാർ നടത്തുന്ന കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകത്തെയൊക്കെ ഒരുമിച്ച് എതിർക്കുന്ന ആളുകളല്ലേ? അങ്ങനെ എതിർക്കുന്ന ആളുകളിൽപ്പെട്ട ആളുകൾ ഇവിടെ രഹസ്യമായിട്ട് മുഖംമൂടി ധരിച്ചുകൊണ്ട് ഇത് തന്നെയാണ് ഇവരുടെ സങ്കേതങ്ങളിൽ നടത്തുന്നത്, ഒളി സങ്കേതങ്ങളിൽ നടത്തുന്നത്. ഇവരുടെ കോടതി മുറികളും ഇടിമുറികളും ലഹരി മാഫിയ കേന്ദ്രങ്ങളും ഒക്കെ തുറന്നിടണം, പൊതുജനങ്ങൾക്ക് ആക്സസ് കിട്ടണം, മാധ്യമങ്ങൾക്ക് ആക്സസ് കിട്ടണം. ഈ കുറച്ചു കാലം മുമ്പ് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജിലെ KSU പ്രവർത്തകരുടെ റൂമിനകത്ത് കയറി SFI പ്രവർത്തകർ അതിക്രമിച്ച് കയറി സാധന സാമഗ്രികളും പഠനോപകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ കത്തിച്ചു കളഞ്ഞത്. കോളേജ് മാനേജ്മെന്റിനും പോലീസിനും പരാതി കൊടുത്തിട്ട് ഒരു നടപടി പോലും എടുത്തില്ല. കേരളത്തിലെ കലാലയങ്ങളിൽ SFI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആ ഗേറ്റിന് പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ചുവപ്പ് കോട്ടയിലേക്ക് സ്വാഗതം എന്ന ബാനർ തുടങ്ങി അവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ എഴുതി ചേർന്നിട്ടുണ്ട്. പേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ സാക്ഷികളായിട്ടല്ലേ അവരുടെ ജീവിതത്തിൽ ഇത് കാണുന്നല്ലേ?
ഇതൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ നോക്കരുത്. ഇതൊക്കെ ഉണ്ട്, യാഥാർത്ഥ്യമാണ്. പോലീസ് അനങ്ങുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പോലും SFIക്കാർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ടുകൾ എഴുതുന്ന സാഹചര്യം എവിടെയാ? ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു 9 ദിവസത്തിന് ശേഷം പ്രതികളെ പിടിച്ചിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ പോലും പോലീസ് രഹസ്യമായും പരസ്യമായിട്ട് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. LDFന്റെ പ്രതിനിധി അദ്ദേഹം ഇവിടെ പറഞ്ഞു, അദ്ദേഹം ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിലൊക്കെ LDFന്റെ പ്രതിനിധികളും CPMന്റെ നേതാക്കന്മാരും വരുന്ന ആളുകൾ ആരും CPM LDF സഹയാത്രികനാണെന്നേ ഉള്ളൂ. ഇന്ന് LDFന്റെ പ്രതിനിധി ആരും ഈ ചർച്ചയിലില്ല. ഓക്കെ, സോറി, ക്ഷമിക്കണം. എന്തായാലും അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ആയിട്ടാണല്ലോ അദ്ദേഹം അഭിപ്രായം പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാത്തിനോടും ഞാൻ പിന്തുണയ്ക്കുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് മുൻ MLA ആയിട്ടുള്ള CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശശീന്ദ്രൻ മജിസ്ട്രേറ്റിന്റെ വരാന്തകയിൽ കയറി ചെന്നത്, അല്ലെങ്കിൽ റൂമിനകത്ത് കയറി ചെന്ന് ഇടപെടൽ നടത്താൻ ശ്രമിച്ചത് എന്ന്. അതെങ്ങനെയാണ് യോജിക്കാൻ പറ്റുക സാറേ? 9 ദിവസക്കാലം 16 മുതൽ 18 വരെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ മരണത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ 9 ദിവസത്തിന് ശേഷം 8 ദിവസത്തിന് ശേഷം ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇതിന്റെ ഗുരുതരമായിട്ടുള്ള മുഴുവൻ വശങ്ങളും അറിഞ്ഞിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എങ്ങനെ പോവാൻ തോന്നി? ഈ കൊടും കുറ്റവാളികൾക്ക് ഒത്താശ പറയാൻ വേണ്ടിയിട്ട് നാണമാകില്ലേ? ആ ന്യായം പറയരുത്. ഇനി അദ്ദേഹം പോയത്, എന്റെ ഒരു ബോധ്യം ശരിയാണെങ്കിൽ അദ്ദേഹം പോയത് ഒരു സന്ദേശം SFIക്കാർക്ക് കൊടുക്കാനാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടിമുറികൾ നടത്തുന്ന ഇത്തരം കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന SFIക്കാർക്ക് ഒരു സന്ദേശം കൊടുക്കാനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഏതറ്റം വരെയും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും സംരക്ഷണ കവചവും ഞങ്ങൾ ഒരുക്കുമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയതെന്നാണ് എന്റെ ബോധ്യം. ശരി, അഡ്വക്കേറ്റ് ബലദേവ്, അങ്ങ് ഉയർത്തിയ വാദങ്ങൾ, അത് ഈ കേസ് ഒരു കൊലപാതകമാണ് എന്ന് അങ്ങേക്ക് പോലും തോന്നുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അത് തോന്നിയിട്ടില്ല. ഇനിയും അതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് സമ്മതിച്ചിട്ടില്ല. അത് അന്വേഷിക്കണം എന്നേ പറയുന്നുള്ളൂ. ഇവിടെ ഈ കേസ് ഇനിയുള്ള സമയങ്ങളിൽ പോലും നേരെയോ അന്വേഷിച്ചാൽ പോലും തെളിവുകൾ കണ്ടെത്താൻ എത്രമാത്രം ദുഷ്കരമാകും അഡ്വക്കേറ്റ് ബലദേവ്? പോലീസിനെ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇതിൽ തെളിവുകൾ കണ്ടെത്താം. പല ദിവസങ്ങൾ കഴിഞ്ഞും, അതിന് ഉദാഹരണമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൂടെ അതാണ് സയന്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞത്. ആ സയന്റിഫിക് എവിഡൻസിലൂടെ പോലീസിന് വേണ്ടി വന്നാൽ കുറെ അധികം രേഖകൾ കണ്ടെത്താം. നമുക്കറിയാം, ഡെഡ് ബോഡി പോലും കിട്ടാതിരുന്ന പല സംഭവങ്ങളും പോലീസ് പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള കഴിവ് കേരള പോലീസിനുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ശരിയാണ്, അവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാതിരുന്നാൽ തീർച്ചയായിട്ടും അവർക്ക് അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ശശീന്ദ്രന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. ശശീന്ദ്രനല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല, പോളിറ്റ് ബ്യൂറോ ഓഫർ ആര് ചെന്നാലും ഒരു കോടതിയും ഇതിന് ജാമ്യം കൊടുക്കില്ല. മജിസ്ട്രേറ്റ് അകത്തോട്ട് കയറ്റത്ത് പോലുമില്ല. അദ്ദേഹം അക്കമ്പനി ചെയ്ത് തെറ്റാണ് എന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. കാര്യം അതിനകത്തേക്ക് വക്കീലിനെ തന്നെ അവിടെ ഇരുത്തുമെന്നുള്ള, അല്ലാതെ വക്കാലത്ത് വേണമെങ്കിൽ ഒന്ന് ഒപ്പിടിപ്പിക്കാം എന്നുള്ളതല്ലാതെ ബെയിൽ ആപ്ലിക്കേഷൻ പോലും ഇങ്ങനെയുള്ള കേസുകളിൽ കോടതി പരിഗണിക്കത്തില്ല. വിശേഷിച്ച് മജിസ്ട്രേറ്റ് കോടതി ബെയിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യത്തേ ഉള്ളൂ. റിജക്ട് ചെയ്തിട്ട് ആ റിജക്ട് ചെയ്യുന്ന ആ ഓർഡറുമായിട്ടാണ് ഉപരിക്കോടതിയിലേക്ക് ബെയിൽ ആപ്ലിക്കേഷൻ പോകുന്നത്. ഇങ്ങനെയുള്ള കേസുകൾ മജിസ്ട്രേറ്റ് ബെയിൽ കൊടുക്കാറില്ല. കാര്യം മജിസ്ട്രേറ്റ് ട്രയലല്ല, സെഷൻ ട്രയലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും മജിസ്ട്രേറ്റ് എടുക്ക പോയിട്ട് അതിനകത്ത് യാതൊരു വിധമായ സ്വാധീനത്തിനും ഒരു സാധ്യതയും ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ ഞാൻ കാണുന്നില്ല. നിയമപരമായി സ്വാധീനിക്കാനേ പറ്റില്ല. ഒരു മജിസ്ട്രേറ്റും ജാമ്യം കൊടുക്കാത്ത കേസാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അക്കമ്പനി ചെയ്തത് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, തെറ്റാണെങ്കിൽ പോലും ഒരുപക്ഷെ പാർട്ടിക്കാരെയോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി പോയതായിരിക്കാം. ഇനി ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ എപ്പോ വേണമെങ്കിലും ഇതിനകത്ത് മാറ്റാം. കുറ്റപത്രത്തിലാണ് അന്തിമമായിട്ട് ഇതിന്റെ ചാർജ് പോലീസ് ഇടുന്നത്. ഇപ്പോൾ FIR ഇട്ടിരിക്കുന്ന എല്ലാ സെക്ഷനുകളും അവർക്ക് മാറ്റാം. അതിന് അഡീഷണൽ റിപ്പോർട്ട്, അവരുടെ ഫൈൻഡിങ്സ് മതി. ഇന്നതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടപ്പോൾ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് ഞങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ടായിരിക്കുന്നു. പക്ഷെ അതിന് തെളിവുകൾ വേണം. ആ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ഈ 306 നിന്ന് 302 മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 302 വലിയ സെക്ഷൻ ആണെങ്കിൽ പോലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ 306 ആണ്. കാര്യം ഇവിടെ ആത്മഹത്യ എഴുതി കഴിഞ്ഞാൽ പ്രേരിപ്പിച്ചു എന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റൂ. ആ പ്രേരണ എസ്റ്റാബ്ലിഷ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ 302 അങ്ങനല്ല. വെറും സാഹചര്യ തെളിവുകൾ കൊണ്ടുപോലും പ്രതികളെ ശിക്ഷിക്കാം. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പലയിടത്തും അതിനകത്ത് ഒക്കറൻസ് വിറ്റ്നസ് ഉണ്ടാകില്ല. ആ ഒക്കറൻസ് വിറ്റ്നസ് ഇല്ലാതെ തന്നെ 302 കേസുകൾ പലപ്പോഴും ശിക്ഷിച്ചിട്ടുണ്ട്. അതിന് പോലീസിന്റെ ശാസ്ത്രീയമായ റിപ്പോർട്ടുകളും സാഹചര്യ തെളിവുകളും മറ്റ് മെറ്റീരിയൽ എവിഡൻസുകളും കൊണ്ട് ശിക്ഷിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പോലീസിന് ഇനി കൊടുക്കുന്ന റിപ്പോർട്ടിൽ, അന്തിമമായി കൊടുക്കുന്ന കുറ്റപത്രത്തിൽ അവർക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം.
ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇത് പരിപൂർണമായിട്ടത് കൊലപാതകമാണ്, ഇന്ന സാഹചര്യങ്ങളിൽ ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞാണ്, ഇത്രയും ആരോഗ്യനില മോശമായി ശാരീരികമായും മാനസികമായും തകർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിന്തിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിനും ശക്തി വേണം, ശരീരത്തിനും ശക്തി വേണം, അതിലുപരി ഇതിനെ നിയന്ത്രിക്കാനൊരു വിവേകവും വേണം. ഇത് മൂന്നും കൂടെ ചേർന്നെങ്കിലേ ആത്മഹത്യയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇതിന് മൂന്നിനുമുള്ള ഒരു സാഹചര്യം സിദ്ധാർത്ഥനെ സംബന്ധിച്ചില്ല. അതിനുള്ള വിവേകമില്ലായിരുന്നു, ശാരീരികമായ ശക്തിയില്ലായിരുന്നു, മാനസികമായ ശക്തിയുമില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് തീർച്ചയായിട്ടും അന്വേഷിച്ച് ഇതിന്റെ യഥാർത്ഥ ഈ പാനലിലുള്ള 4 പേർക്കും ഈ കാര്യം ഒരു കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സംശയമുള്ളത് ഇപ്പോഴും അന്വേഷണ സംഘത്തിനാണ്, പോലീസിനാണ്. ആ സംശയം നീക്കി അവർ അത് അന്വേഷിക്കാനുള്ള സമയം വൈകിക്കഴിഞ്ഞിരിക്കുന്നു. തെളിവുകൾ കണ്ടെത്താൻ അത് കൂടുതൽ ദുഷ്കരമാവുകയുള്ളൂ എന്ന കാര്യവും സമ്മതിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, സുഭാഷ് ബാബു, CK നജഫ്, ഡോക്ടർ ജിൻറ്റോ ജോൺ ഇത്രയും സംസാരിച്ചതിന്.